Hello everyone, welcome back to yet another video of Natural Lines. Today I would like to deal with a poem that is Desiderata, written by Max Ehrmann, one of the famous American writers. And over to the poem. So I'm dealing with line by line explanation because ഈ poem ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു poem and moving to the poem Desiderata. Go placidly amid the noise and haste, and remember what peace there may be in silence. സോ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് നമ്മളോട് നോയ്സ് ആയിട്ടുള്ള, അതായത് ബഹളങ്ങൾക്കിടയിലും അതുപോലെ തിരക്കുകളോടെ ഉള്ള സ്ഥലങ്ങളുടെ ഇടയിലേക്ക് നമ്മളോട് ചെല്ലാനാണ് പറയുന്നത്. ആൻഡ് വി നീഡ് ടു വാക്ക് പീസ്ഫുള്ളി. നമ്മൾ വളരെ പീസ്ഫുള്ളായിട്ട് ശാന്തമായിട്ട് ഈ തിരക്കുള്ള ഈ ശബ്ദമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. ആൻഡ് വാട്ട് പീസ് ദർ മേ ബി ഇൻ സൈലൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒച്ചപ്പാടും ബഹളമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എന്ത് സമാധാനമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിശബ്ദതയിൽ, അതായത് സൈലൻസ് ആയിട്ടിരിക്കുമ്പോൾ എന്തൊരു മനസ്സമാധാനമാണ് നമുക്കുള്ളത് എന്ന് നമുക്കറിയാൻ പറ്റും. അതായത് ബഹളങ്ങൾക്കിടയിലും അതുപോലെ തന്നെ സൈലൻസിലും എന്ത് സമാധാനമാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ആസ് ഫാർ ആസ് പോസിബിൾ വിത്തൗട്ട് സറണ്ടർ, ബി ഓൺ ഗുഡ് ടേംസ് വിത്ത് ഓൾ പേഴ്സൺസ്. പിന്നെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും സറണ്ടർ ആവാൻ പാടില്ല, അതായത് നമ്മളൊന്നും കീഴടങ്ങാൻ പാടില്ല. പക്ഷേ ബി ഗുഡ് ഓൺ ടേംസ് വിത്ത് ഓൾ പേഴ്സൺസ്. നമ്മൾ കാണുന്ന ആൾക്കാരായിട്ട് നല്ല ടേംസിലായിരിക്കാൻ ശ്രമിക്കുക, അതായത് നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക, നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആയിരിക്കുക. സ്പീക്ക് യുവർ ട്രൂത്ത് ക്വയറ്റ്ലി ആൻഡ് ക്ലിയർലി ആൻഡ് ലിസൺ ടു അതേഴ്സ്. അതായത് നിങ്ങൾക്ക് പറയാനുള്ള സത്യം വളരെ ക്ലിയറായിട്ടും വളരെ ക്വയറ്റായിട്ടും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ആൻഡ് ലിസൺ ടു അതേഴ്സ്. നിങ്ങളുടെ ഭാഗം മാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ ഭാഗം കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഈവൻ ദി ഡൾ ആൻഡ് ദ ഇഗ്നോറൻറ്റ്, ദേ ടു ഹാവ് ദിയർ സ്റ്റോറി. അതായത് സൊസൈറ്റിയിൽ ബുദ്ധിമാന്മാർ മാത്രമല്ല ഉള്ളത്, അല്ലേ? ഡള്ളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇഗ്നറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് അത്യാവശ്യം ഒരു ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്, ബോധമില്ലാത്ത ആൾക്കാരും നമ്മൾ പറയും. അങ്ങനെയുള്ള ആളുകളും സൊസൈറ്റിയിലുണ്ട്. സോ വി നീഡ് ടു ലിസൺ ടു ദെയർ സ്റ്റോറി ഓൾസോ. നമ്മൾ അവരുടെ സ്റ്റോറീസും, അവർക്കും കഥകൾ പറയാനുണ്ടാവും, അവർക്കും ലൈഫുണ്ട്. അപ്പോൾ അവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ലിസൺ ചെയ്യുക, അവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ചെവി കൊടുക്കുക അവരുടെ അനുഭവങ്ങൾ പറയാനായിട്ട്. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റാൻസ ആൻഡ് ഐ എം മൂവിങ് ടു ദി സെക്കൻഡ് സ്റ്റാൻസ. അവോയ്ഡ് ലൗഡ് ആൻഡ് അഗ്രസീവ് പേഴ്സൺസ്, ദേ ആർ വെക്സേഷൻസ് ടു ദ സ്പിരിറ്റ്. എന്നിട്ട് പറയുവാണ്, സൊസൈറ്റിയിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അഗ്രസീവായിട്ടുള്ള, അതായത് പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. കാരണം ദേ ആർ വെക്സേഷൻസ് ടു ദ സ്പിരിറ്റ്. അതായത് നമ്മളുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റിനെ, നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ആക്കാനുള്ള, നശിപ്പിക്കാനുള്ള കഴിവ് അത്തരത്തിലുള്ള ആൾക്കാർക്കുണ്ട്. സോ നമ്മൾ അവരുമായിട്ട് അധികം ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഇഫ് യു കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് യു മേ ബിക്കം വെയിൻ ആൻഡ് ബിറ്റർ. ഇനി സമൂഹത്തിലുള്ള മറ്റാളുകളായിട്ട് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യാൻ നോക്കുക. ഇപ്പം ഒരാളായിട്ട് ഞാൻ എന്നെ തന്നെ കമ്പയർ ചെയ്യുകയാണ്, എനിക്കില്ലാത്തത് എന്താണ് അയാൾക്കുള്ളത്, അല്ലെങ്കിൽ എനിക്കുള്ളത് എന്താണ് അയാൾക്കുള്ളത്. അങ്ങനെ നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം തോറ്റുപോകും. കാരണം നമ്മളങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ബിക്കംസ് ബിറ്റർ, അതായത് നമുക്കൊരുപാട് കുറവുകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമ്മൾ വെയിനായിട്ട്, അതായത് നമ്മൾ യൂസ്ലെസ് ആണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരാം. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഫോർ ഓൾവേസ് ദർ വിൽ ബി ഗ്രേറ്റർ ആൻഡ് ലെസർ പേഴ്സൺസ് ദാൻ യുവർ സെൽഫ്. അതായത് ഈ ലോകമുള്ളിടത്തോളം കാലം നിങ്ങളിലും കഴിവുള്ളവരും നിങ്ങളിലും കഴിവ് കുറഞ്ഞ ആളുകളും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്. എൻജോയ് യുവർ അച്ചീവ്മെൻറ്റ്സ് ആസ് വെൽ ആസ് യുവർ പ്ലാൻസ്. നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ അച്ചീവ്മെൻ്റ് എന്താണ്, നിങ്ങളുടെ ഒരു അംബീഷൻ എന്താണ്, നിങ്ങളുടെ ഒരു പാഷൻ എന്താണ്, അത് മനസ്സിലാക്കി അതിൽ ആനന്ദം കണ്ടെത്തുക, അത് എൻജോയ് ചെയ്യുക. അല്ലാതെ ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതർ പീപ്പിൾ. Then I'm moving to the third stanza. കീപ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ ഓൺ കരിയർ ഹവർ ഹംബിൾ. അതായത്
എപ്പോഴും നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, താല്പര്യം കാണിക്കുക. നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അതുപോലെ തന്നെ നിങ്ങളതിന് കൂടുതൽ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുക. എത്രത്തോളം എളിമയോടെ നമ്മളായിരിക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ റിയൽ പൊസിഷൻ ഇൻ ദ ചേഞ്ചിങ് ഫോർച്യൂൺസ് ഓഫ് ടൈം. അതായത് ഈ ലോകത്ത് പലതും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും ഓരോ പുതിയ കാര്യങ്ങൾ നടക്കുകയാണ്. സോ നിങ്ങൾക്കുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞൊരു വലിയ പുണ്യമാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷൻ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ എന്താ പറയുക നിരുത്സാഹപ്പെടുത്തരുത്. എപ്പോഴും നിങ്ങളുടെ കരിയറിനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എക്സസൈസ് കോഷൻ ഇൻ യുവർ ബിസിനസ് അഫെയർസ് ഫോർ ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് ട്രിക്കറി. ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ജാഗ്രത ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബിസിനസ് അഫെയർസ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കരിയറിൽ, അതായത് ലോകം എന്ന് പറഞ്ഞാൽ ഈ ട്രിക്കറിയാണ്. എപ്പോഴും തന്ത്രങ്ങളുള്ള ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ലോകം എന്ന് പറയുന്നത്. എപ്പോൾ വേണമെങ്കിലും ആർക്കും എന്ത് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങളെ ജാഗ്രതയോടെ, അതായത് കോഷനായിട്ട്, വളരെ കോഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ജാഗ്രതയുള്ളവരായിട്ട് നിങ്ങൾ നിൽക്കുക. അത് എങ്ങനെയുള്ള ബുദ്ധിമുട്ടിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ബട്ട് ലെറ്റ് ദിസ് നോട്ട് ബ്ലൈൻഡ് യു ടു വാട്ട് വെർച്യു ദർ ഈസ്. പിന്നെ ഒരുപാട് ചിലപ്പോൾ നമുക്ക് നേട്ടങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് തോന്നും നമ്മളിതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്ന്. അങ്ങനെയല്ല. എപ്പോഴും എന്തും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു ബോൾഡ്നെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ മൈൻഡിനെ തന്നെ. മെനി പേഴ്സൺസ് ട്രൈ ഫോർ ഹൈ ഐഡിയൽസ്. ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങളും വലിയ വലിയ മോഹങ്ങളും ആദർശങ്ങളുള്ള ആൾക്കാർ. ഇവരെല്ലാവരും ഇങ്ങനെ അവരുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോവാണ്. ആൻഡ് എവ്രിവെയർ ലൈഫ് ഈസ് ഫുൾ ഓഫ് ഹീറോയിസം. എല്ലായിടത്തും നോക്കിയാൽ എന്താ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിസാണ്. അതായത് വീര്യം നിറഞ്ഞതാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത്. അതായത് എളുപ്പം ഒരാൾക്കൊരു ജീവിതത്തിൽ സക്സസ് ലീഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ഒരാൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ പിന്നിൽ ഒത്തിരി വെല്ലുവിളികളുണ്ടാവും, ചലഞ്ചസ് ഉണ്ടാവും. ആൻഡ് ഐ എം മൂവിങ് ടു ഫോർത്ത് സ്റ്റാൻസ. ബി യുവർ സെൽഫ്, എസ്പെഷ്യലി ഡു നോട്ട് ഫെയിൻ അഫെക്ഷൻ. അതായത് നിങ്ങൾ ആരാണോ അങ്ങനെ ആയിരിക്കുക. ഒരിക്കലും നിങ്ങളൊരു ഫേക്കായിട്ടുള്ളൊരിത് കാണിക്കാതിരിക്കുക. ഡു നോട്ട് ഫെയിൻ അഫെക്ഷൻ. ഒരിക്കലും സ്നേഹം നടിക്കരുത്. എന്താ പറയുക, സ്നേഹിക്കുക മറ്റുള്ളവരെ, ഒരിക്കലും സ്നേഹം അഭിനയിക്കരുത്. നൈദർ ബി സിനിക്കൽ അബൌട്ട് ലൈഫ്. അതായത് ലവ്, അതായത് ഒരിക്കലും സ്നേഹം കൊടുക്കാനോ അല്ലെങ്കിൽ സ്നേഹം നിന്ദിക്കാനോ, മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കപ്പെടുമ്പോൾ ഒരിക്കലും നമ്മളത് വേണ്ട എന്ന് പറയുമോ, അല്ലെങ്കിൽ സ്നേഹത്തോടെപ്പോഴും വളരെ എന്താ പറയുക നീതി പുലർത്തുക. ഒരിക്കലും സ്നേഹത്തെ വെച്ച് കളിക്കാൻ പാടില്ല. ഫോർ ഇൻ ദ ഫേസ് ഓഫ് ഓൾ എറിഡിറ്റി ആൻഡ് ഡിസെൻഷാൻമെൻറ്റ് ഇറ്റ് ഈസ് ആസ് പെരനിയൽ ആസ് ദി ഗ്രാസ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാവും. ഡിസെൻഷാൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടാവും, ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എറിഡിറ്റി, അതായത് നിങ്ങൾക്ക് ഡിപ്രഷനായിട്ടുള്ള അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ആൻസർ കിട്ടാത്ത, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത, എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു ടൈം പീരീഡ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ലവ്, അതായത് മറ്റൊരാൾക്കാർ നമ്മളെ സ്നേഹിക്കുക, മറ്റുള്ള ആളുകൾ നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. സോ സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആസ് പെറനിയൽ ആസ് ദി ഗ്രാസ്. അതായത് പുല്ല് പോലെ, നമ്മുടെ പുല്ലുണ്ടല്ലോ, പുല്ല് പോലെ അത്രയും എന്താ പറയുക ലൈഫുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പെരനിയൽ മീൻസ് ലാസ്റ്റിംഗ് ലോങ്, ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഒരു പുൽനാമ്പ് പോലെയാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും സ്നേഹത്തെ വെച്ച് കളിക്കാൻ പാടില്ല. The next stanza, take kindly the counsel of the years, gracefully surrendering the things of youth. എന്നിട്ട് പറയുവാണ്, വർഷങ്ങളോളം നമ്മളിങ്ങനെ ലൈഫിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കൗൺസിൽ, അതായത് ഒരുപാട് അഡ്വൈസസ് നമുക്ക് കിട്ടും പലരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ സ്വീകരിക്കുക. ആൻഡ് സറണ്ടറിങ് ദ തിങ്സ് ഓഫ് യൂത്ത്, അതായത് നമ്മൾ യൂത്താകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പെടും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അനാവശ്യമുള്ള കാര്യങ്ങളും. സോ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. ആവശ്യമില്ലാത്തതിലേക്ക് നമ്മൾ സറണ്ടർ ചെയ്യാൻ പാടില്ല. നേർച്ചർ സ്ട്രെങ്ത് ഓഫ് സ്പിരിറ്റ് ടു ഷീൽഡ് യു ഇൻ സഡൻ മിസ്ഫോർച്യൂൺ. അതായത് പുതിയ ലൈഫിൽ എന്ത് മിസ്ഫോർച്യൂൺ വന്നാലും, എന്ത് നിർഭാഗ്യകരമായ കാര്യങ്ങൾ വന്നാലും അതിനെയൊക്കെ നേരിടാനുള്ള ഒരു സ്ട്രെങ്ത്ത്, ഒരു കരുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ബട്ട് ഡു നോട്ട് ഡിസ്ട്രസ് യുവർ സെൽഫ് വിത്ത് ഡാർക്ക് ഇമാജിനിങ്സ്. പക്ഷേ ഒരിക്കലും ആവശ്യമില്ലാത്ത ഇമാജിനിങ്സ്, ആവശ്യമില്ലാത്ത ഇമാജിനേഷൻസ്, ആവശ്യമില്ലാത്ത
ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പാടില്ല. മെനി ഫിയേഴ്സ് ആർ ബോൺ ഓഫ് ഫെറ്റീഗ് ആൻഡ് ലോൺലിനെസ്. ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് പേടികൾ, നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് പേടികൾ, അതുപോലെ ആകുലതകൾ, വേദനകൾ, വിഷമങ്ങൾ, ഇതെല്ലാം ഒരു പരിധിവരെ വരുന്നത് നമ്മുടെ ലോൺലിനെസ്സിൽ നിന്നാണ്. നമുക്കാരുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തളർച്ച, ഫെറ്റീക്കിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ പേടി ഉണ്ടാകുന്നത്. സോ ബിയോണ്ട് എ വോൾസം ഡിസിപ്ലിൻ ബി ജെൻറ്റിൽ വിത്ത് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളോട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജെൻറ്റിലായിരിക്കുക. അതായത് നിങ്ങളോട് തന്നെ നിങ്ങൾ ട്രൂത്ത്ഫുള്ളായിരിക്കുക. ദെൻ നെക്സ്റ്റ് ആൻസർ, യു ആർ എ ചൈൽഡ് ഓഫ് ദി യൂണിവേഴ്സ് നോ ലെസ് ദാൻ ദി ട്രീസ് ആൻഡ് ദി സ്റ്റാർസ്. എന്നിട്ട് പറയുവാണ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ മക്കളാണ്, അല്ലേ? നിങ്ങൾ ട്രീസോ സ്റ്റാർസോ ഒന്നുമല്ല, അതായത് മരങ്ങളോ നക്ഷത്രങ്ങളോ ഒന്നുമല്ല നിങ്ങളെന്ന് പറഞ്ഞത്. യു ഹാവ് റൈറ്റ് ടു ബി ഹിയർ. ഇവിടെ ജീവിക്കാനും ഇവിടുത്തെ ഈ ഒരു സ്പേസിലായിരിക്കുവാനും നിങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. ആൻഡ് വെദർ ഓർ നോട്ട് ഇറ്റ് ഈസ് ക്ലിയർ ടു യു, നോ ഡൗട്ട് ദി യൂണിവേഴ്സ് ഈസ് അൺഫോൾഡിങ് ആസ് ഇറ്റ് ഷുഡ്. അപ്പോൾ നിങ്ങൾക്കത് അറിയാമെങ്കിലും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവുണ്ടെങ്കിലും, നിങ്ങളിവിടുത്തെ മക്കളാണ് എന്നുള്ളൊരറിവ് നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ യൂണിവേഴ്സ് അതിൻ്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതായത് ലോകം ഇങ്ങനെ, പ്രപഞ്ചം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നടക്കാനുള്ളതൊക്കെ നടന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടെ ജീവിക്കേണ്ടവരാണ്, നമ്മൾ ഇതിനൊക്കെ ഓവർകം ചെയ്യേണ്ടവരാണ്. ഇവിടെ പലതും സംഭവിക്കും, പലതും മാറി. പക്ഷേ ബി യുവർ സെൽഫ്. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ, ഈ ഒരു യൂണിവേഴ്സിൽ നിങ്ങളെപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കുക. ആൻഡ് ഐ മൂവിങ് ടു ദി നെക്സ്റ്റ് ആൻസർ. Therefore, be at peace with God, whatever you conceive him to be. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ദൈവമായിട്ട്, അതായത് ഗോഡിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ദൈവത്തിന് നിങ്ങൾ എന്താ പറയുക, സമാധാനം കണ്ടെത്തുക. whatever you conceive him to be. അതായത് ദൈവത്തിന് നിങ്ങൾ എന്തായിട്ട് കാണുന്നു, ചിലവർ ദൈവത്തിന് ദൈവമായിട്ട് കാണും, ചിലവർക്ക് ഒരു ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. മേ ബി ഒരു ബിലീഫ് ഇൻ പവർ. ചില ആളുകളുണ്ട്, എന്തോ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വിശ്വാസം ഉണ്ടാവില്ല. ചിലവർക്ക് അങ്ങനെയല്ല, എന്താ പറയുക, ചില ഭാഗ്യങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷേ എന്തും ആയിരിക്കോട്ടെ, ആർക്കും എന്തെങ്കിലും ദൈവം അല്ലെങ്കിൽ എന്തോ ഒരു പവർ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിൽ നിങ്ങളായിരിക്കുക. വാട്ട് എവർ യുവർ ലേബേഴ്സ് ആൻഡ് ആസ്പിറേഷൻസ്, നിങ്ങളുടെ എന്താ പറയുക, ആസ്പിറേഷൻസ്, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതുപോലെ നിങ്ങളുടെ അധ്വാനങ്ങൾ, എന്തോ ആയിക്കോട്ടെ. ഇൻ ദ നോയ്സി കൺഫ്യൂഷൻ ഓഫ് ലൈഫ് കീപ് പീസ് വിത്ത് യുവർ സോൾ. അതായത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങളുടെ ആ ഒരു മൈൻഡ്, നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സമാധാനം കണ്ടെത്തുക. With all its sham, drudgery and broken dreams, it is still a beautiful world. ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷാം മീൻസ് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അതുപോലെ ഡ്രഡ്ജറി, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ക്ലേശങ്ങളുണ്ട്, കപടതകളുണ്ട്, അതുപോലെ തന്നെ ബ്രോക്കൺ ഡ്രീംസ്, തകർന്നടിഞ്ഞ നമ്മൾക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ എ ബ്യൂട്ടിഫുൾ വേൾഡ്. പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ ഈ ലോകം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ബി എ ചിയർഫുൾ, അതായത് സന്തോഷത്തോടെ ഇരിക്കുക. സ്ട്രൈവ് ടു ബി ഹാപ്പി, അതായത് സന്തോഷവാനായിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പോം, Desiderata, and I'm moving to the analysis part. This poem is a motivational poem which highlights the importance of inner peace, happiness, acceptance and all the aspects of life. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു പോം ഒരു മോട്ടിവേഷണൽ പോമാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇന്നർ പീസിനെയും ഹാപ്പിനെസ്സിനെയും അതുപോലെ നമ്മളുടെ ആക്സെപ്റ്റൻസിനെയും അതുപോലെ ലൈഫിൽ നമ്മൾക്ക് വേണ്ട കുറേ ആസ്പെക്ട്സിനെയും പറ്റിയാണ്. It encourages readers to find their own peace and celebrate the beauty of life even in challenges. അതായത് നമ്മുടെ ലൈഫിൽ എന്ത് ചലഞ്ചസ് വന്നാലും അതിനെയെല്ലാം ധൈര്യപൂർവ്വം നേരിടുക എന്നുള്ളൊരു രീതിയിലാണ് പോയറ്റ് റീഡേഴ്സിനോട് പറയുന്നത്. ആൻഡ് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സൈലൻസ് ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ. അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കുക സൈലൻസിന്, അതായത് ആവശ്യമില്ലാതെ ബഹളം ഉണ്ടാക്കുക. അതായത് ബഹളം എന്ന് പറഞ്ഞൊരു ജീവിതം ആവരുത്. പക്ഷേ നമ്മൾ എല്ലാവരുമായിട്ടും ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. And also reflect yourself. It encourages readers to accept the imperfections of themselves and avoid comparing themselves to others. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് ആയിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഡെഫിനറ്റ്ലി ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് എന്താ പറയുക, കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്.
ദെൻ ബി ട്രൂ ടു വൺ സെൽഫ്. നമ്മളെന്താണോ നമ്മൾ സത്യമായിട്ടിരിക്കുക. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പേർപ്പസ് ഓഫ് ലൈഫ് ആൻഡ് ഫോളോ യുവർ പാഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് മീനിങ് ടു ദി വേൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞാണ്, നിങ്ങളുടെ പാഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലൈഫ് മീനിങ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഡെസ്പൈറ്റ് ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഹാർഡ്ഷിപ്സ് ലൈഫ് ഈസ് അൾട്ടിമേറ്റ്ലി ബ്യൂട്ടിഫുൾ ആൻഡ് വർത്ത് ചെറിഷിങ്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഈ വേൾഡ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്, ലൈഫ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് ദിസ് പോം ഈസ് കംപ്ലീറ്റ്ലി എ ജെൻറ്റിൽ ഗൈഡൻസ് ടു ദ റീഡേഴ്സ്. നമ്മുടെ റീഡേഴ്സിന് ഒരു ഗൈഡൻസ് പോലെയാണ്, ഒരു പോയായിട്ടല്ല, ഒരു ഗൈഡൻസ് തരുന്ന ഒരു രീതിയിൽ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ടീനേജിലും യൂത്തിലുള്ള ആളുകൾക്കൊക്കെ മുതിർന്നവർ തരുന്ന ഒരു ഗൈഡൻസ് ഉണ്ടല്ലോ ലൈഫിനെ പറ്റി, അതേ ഒരു സെയിം ഒരു ഇതിലൂടെ തന്നെയാണ് ഈ ഒരു പോം പോകുന്നത്. ആൻഡ് ഐ മൂവിങ് ടു മേജർ തീംസ്. ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ലവ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എന്താ പറയുക, കൂടുതൽ ഇഷ്ടപ്പെടുക. ഇന്നർ പീസ്, അതുപോലെ തന്നെ വാല്യൂ ഓഫ് വർക്ക്, റെസ്പെക്റ്റ്ഫുൾ റിലേഷൻഷിപ്പ്, ഇതിനൊക്കെയാണ് ഇവിടെ തീംസായിട്ട് പറയാവുന്നത്. പിന്നെ ഞാനൊരു കാര്യം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്, അതായത് ദ ടൈറ്റിൽ ഡെസിഡെറേറ്റ മീനിങ് തിങ്സ് ഡിസൈർഡ് ഇൻ ലാറ്റിൻ. അതായത് നമ്മളുടെ ഈ ഒരു എന്താണ് ടൈറ്റിലുണ്ടല്ലോ പോയത്തിൻ്റെ, ഡെസിഡെറേറ്റ, അത് ഒരു ലാറ്റിൻ വേർഡാണ്. ഈ ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം തിങ്സ് ഡിസൈഡ് എന്നാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു വേർഡിൻ്റെ അർത്ഥം വരുന്നത്. വിച്ച് മീൻസ് ഐഡൻറ്റിഫൈങ് ആൻഡ് പെർസ്യൂയിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ലൈഫ്. അതായത് നമ്മുടെ ലൈഫിന് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മളതുമായിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് ഫുൾഫിൽ യുവർ ലൈഫ്, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുക. ദിസ് പോയം റിഫ്ലെക്ട്സ് ആസ് എ ഗൈഡൻസ് ഓൺ വാട്ട് ഇൻഡിവിജ്വൽസ് ഷുഡ് ഡിസയർ ആൻഡ് സ്ട്രൈവ് ഫോർ ഇൻ ദെയർ ലൈഫ്സ് ടു അച്ചീവ് ഹാപ്പിനെസ് ആൻഡ് പീസ്. അതായത് ഇത്രയേ ഉള്ളൂ, ഇതൊരു ഗൈഡൻസാണ് നമുക്കെല്ലാവർക്കും തരുന്നത്. മോറോവർ എ പോം, ഒരു പോയത്തിനപ്പുറം ഇതൊരു ചെറിയൊരു ഗൈഡൻസാണ്. നമ്മളെങ്ങനെ ജീവിക്കണം, എന്ത് ആദർശം നമ്മൾക്ക് വേണം, എന്തൊരു മൈൻഡ് സെറ്റാണ് നമ്മൾക്ക് ലൈഫിൽ വേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചെറിയൊരു ഉപദേശം പോലെയാണ് ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വർക്കിൻ്റെ ഒരു സബ് ടൈറ്റിൽ പോലെ ഓഥർ കൊടുത്തിരിക്കുന്നത് ഡെസിഡെറേറ്റ വേർഡ്സ് ഓഫ് ലൈഫ് എന്നാണ്. അതായത് ജീവിതത്തിനുള്ള വാക്കുകൾ, വേർഡ്സ് ഓഫ് ലൈഫ് എന്നാണ് ഒരു സബ് ടൈറ്റിൽ പോലെ കൊടുത്തിരിക്കുന്നത്, ഒരു ചെറിയൊരു ഈ ഒരു പോയത്തിൻ്റെ തന്നെ. അപ്പോൾ അത് കാണിക്കുന്നത് ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ലൈഫിൽ നമ്മൾക്ക് വേണ്ട ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും നമ്മൾ ഓവർകം ചെയ്യുക. അങ്ങനെ അത്തരത്തിലുള്ളൊരു മോട്ടിവേഷണൽ ആയിട്ടൊരു പോയം തന്നെയാണ് ഡെസിഡെറേറ്റ. And that is the end of the video. Thank you for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.